എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജിയാൻ ചിങ്ങിനെയും അതേപോലെ വിഭൂഷിയാനെയും യാലിനെയും കാണിച്ചുകൊണ്ടാണ്. ഇവർ മൂന്നുപേരും വന്നിട്ട് ജിയാൻ ചിങ്ങിൻ്റെ അച്ഛനായിട്ടുള്ള ആളുടെ അടുത്ത് സത്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുന്നതും ആൾ വേഗം തന്നെ ഇവരെ മൂന്നുപേരെ അവിടെ കെട്ടിയിട്ടിട്ട് അവിടെ നിന്നങ്ങ് പോവും. അതായത് അയാളുടെ വൈഫിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ ജിയാൻ ചിങ്ങിനൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടന്ന് നിലവിളിക്കും. ഇവരുടെ ഈ ബോട്ടാണെങ്കിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ ഇവരെ കെട്ടിവെച്ചിരുന്ന ഞാൻ കെട്ടില്ലേ അതങ്ങ് അഴിഞ്ഞു പോകും. ഇത് കാണുന്നത് നമ്മളുടെ വിഭൂഷിയാനും ജിയാൻ ഒക്കെ തീരുമാനിക്കും അവർക്ക് വേഗം തന്നെ ആ ലോട്ടസ് ക്ലാനിലോട്ട് തിരിച്ചെത്തണം എന്ന്. എന്നാൽ അതേ സമയം തന്നെ നമ്മളുടെ ജിയാൻ ചിങ്ങിന്റെ അച്ഛനും അതേപോലെ അവന്റെ അമ്മയും ആണെങ്കിൽ ആ ക്ലാനിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും മരിച്ചു പോകും. ഇവിടെ നമ്മളുടെ വിഭൂഷാനും ജിയാങ്ങും എത്താൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആ വീടിന്റെ മുകളിൽ വന്നിട്ട് എത്തി നോക്കും. അവിടെ ഫുള്ള് ബ്ലഡ് മാത്രമേ ഇവർ കാണത്തുള്ളൂ. ഇവിടെയായിട്ട് നമ്മളുടെ ജിയാൻ ചിങ്ങിന് മനസ്സിലാവും അതായത് അവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്ന്. ഇത് കാണുന്നതും അവൻ നല്ലതുപോലെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ കാട്ടിലോട്ട് ഇറങ്ങി ഓടും. നമ്മുടെ വിഭൂഷാനും അവന്റെ പുറകെ ഉണ്ട്. അവനെ സമാധാനിപ്പിക്കാൻ വിഭൂഷൺ മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ നമ്മുടെ ജിയാൻ ചിങ് മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ആ ലോട്ടസ് ക്ലാനിൽ കാണിക്കും വെന്നിലെ ആൾക്കാരെല്ലാവരും കൂടി വന്നിട്ട് അതിപ്പോൾ കൈയടക്കിയില്ലേ അവിടെയായിട്ട് ലോട്ടസ് ക്ലാനിന്റെ ആ ഒരു കൊടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെൻ ക്ലാനിന്റെ കൊടിയൊക്കെ എടുത്ത് വെക്കും. കൂട്ടത്തിൽ തന്നെ ആ വില്ലൻ ചെറുക്കനാണെങ്കിൽ അവിടെ പറയും ഇവിടുന്ന് ഓടിപ്പോയ എല്ലാവരെയും കണ്ടുപിടിക്കണം എന്ന്. നമ്മുടെ വിഭൂഷനും ജിയാങ്ങും ആണെങ്കിൽ കുറേ നേരമായിട്ട് ഇപ്പോൾ കാട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെയാവും. രണ്ടുപേരും ഒരുപാട് സങ്കടപ്പെട്ടിട്ട് യാൻലിയുടെ അടുത്ത് വരും. അതായത് വിഭൂഷാന്റെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് കാര്യമൊക്കെ പറയും. അവളും മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നോക്കിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാര്യം അവരെ ഇപ്പൊ എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ നമ്മളുടെ യാൻലിയുടെ അവസ്ഥയും ഭയങ്കര മോശമായിരുന്നു. അവൾക്ക് പെട്ടെന്ന് തന്നെ പനി പിടിക്കും. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷാനും ജിയാങ്ങും യാൻലിനെ നല്ലതുപോലെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലായിട്ട് റൂം എടുക്കും. ഇവിടെ നമ്മളുടെ വിഭൂഷാനാണെങ്കിൽ ജിയാങ് ചിങ്ങിനെ സമാധാനിപ്പിക്കാൻ നോക്കും. എന്നിട്ട് പറയും നീ യാൻലിനെ നല്ലതുപോലെ നോക്കണം, ഞാൻ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന്. നമ്മുടെ വിഭൂഷൺ അങ്ങനെ കടയിൽ വന്ന് സാധനം വാങ്ങിക്കാൻ നിൽക്കുന്നതും അവിടെ എല്ലാം വെൻ ക്ലാനിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം വിഭൂഷണേയും ജിയാൻ ചിങ്ങിനെയൊക്കെയാണ്. പെട്ടെന്ന് തന്നെ അവർ നമ്മളുടെ വിഭൂഷണെ പിടിക്കാനായിട്ട് വരുന്നതും ദൂരെ നിന്ന് ആരോ വിളിച്ചു പറയും ആ ലോട്ടസ് ക്ലാൻ്റെ തലവൻ്റെ മോനെ കിട്ടിയെന്ന്. ഇത് കേൾക്കുന്നേ വിഭൂഷൺ നല്ലതുപോലെ ഷോക്കാവും. അവൻ വേഗം തന്നെ ഹോട്ടലിൽ വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മളുടെ ജിയാൻ ചിങ് ഇല്ലായിരുന്നു. യാൻലി ആണെങ്കിൽ നല്ലതുപോലെ ടെൻഷനാവും. അവള് പറയും ജിയാൻ ചിങ്ങിനെ ഒന്നും വരുത്താണ്ട് നീ അവനെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരണേ എന്ന്. അങ്ങനെ നമ്മുടെ വിഭൂഷൺ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ വിഭൂഷൺ നേരെ ലോട്ടസ് ക്ലാനിലായിട്ട് വരും. അവിടെ എത്തുന്നതും അവൻ കാണുന്നത് നമ്മളുടെ വെന്നിങ്ങനെയാണ്. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് വിഭൂഷൺ ഒരിക്കൽ ഇവൻ്റെ കൂടെ നല്ല കമ്പനിയായിരുന്നു. ഇവനെ കാണുന്ന വിഭൂഷൺ അവൻ്റെ കൊങ്ങ കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാ ഞങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഈ വെന്നിങ്ങും അവൻ്റെ ചേച്ചി എന്ന് പറയുന്ന പെണ്ണില്ലേ, ഇവർ രണ്ടുപേരും ആ വെൻ ക്ലാനിന് വേണ്ടിയിട്ട് വേണോന്ന് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതല്ല. അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ വെന്നിങ് ആയിരുന്നാലും വിഭൂഷൻ്റെ അടുത്ത് പറയും നിങ്ങൾ പേടിക്കേണ്ട, ജിയാൻ ചിങ്ങിനെ രക്ഷിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. അങ്ങനെ വെന്നിങ്ങിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയെങ്കിലും നമ്മളുടെ ജിയാൻ ചിങ്ങിനെ പുറത്തായിട്ട് കൊണ്ടുവരും. ഇവിടെ നമ്മളുടെ വെന്നിങ് പറയും എൻ്റെ ചേച്ചി നല്ലൊരു വൈദ്യനാണ്, ചേച്ചി എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ജിയാൻ ചിങ്ങിനെ രക്ഷിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മളുടെ വിഭൂഷനും ജിയാൻ ചിങ്ങും വെന്നിങ്ങും കൂടി ചേർന്നിട്ട് നമ്മുടെ യാൻലിയില്ലേ അതായത് ജിയാൻ ചിങ്ങിൻ്റെ ചേച്ചി അവളെയും പിക്ക് ചെയ്തിട്ട് നേരെ നമ്മളുടെ ആ വെൻ ചിന്നിന്റെ വീട്ടിലായിട്ടാണ് വരുന്നത്. അവിടെയായിട്ട് നമ്മളുടെ ഈ വെന്നിങ്ങിന്റെ ചേച്ചിയാണെങ്കിൽ ജിയാൻ ചിങ്ങിനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ജിയാൻ ചിങ്ങിന് ബോധം വീഴും. അവൻ കണ്ണു തുറക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ ജിയാൻ ചിങ് പറയും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പവറും ഇല്ല, എൻ്റെ പവറിനെ എല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു, ഇപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ ആ വെൻ ക്ലാനിലുള്ള ഒരുത്തനാണെങ്കിൽ ഇവരുടെ ഈ പവറിനെ എല്ലാം നശിപ്പിച്ചു കളയാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മളുടെ വിഭൂഷൺ ഭയങ്കരമായിട്ട് ഷോക്കാവും. ഇവിടെ നമ്മളുടെ ജിയാൻ ചിങ് ആയിരുന്നാലും നല്ല വിഷമത്തിലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇനി ഒരിക്കലും അവൻ്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളുടെ വിഭൂഷൺ ആണെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ബുക്കുകളും എടുത്ത് വായിക്കാൻ തുടങ്ങും. അതായത് അതിനകത്ത് ഏതിലെങ്കിലും നമ്മളുടെ ജിയാൻ ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യൂർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവസാനം നമ്മളുടെ വിഭൂഷൺ ഒരു ബുക്ക് കണ്ടുപിടിക്കും. എന്നാൽ ഇതിനെപ്പറ്റി നമ്മളുടെ ആ വെൻചിൻ്റെ അടുത്ത് പറയുന്നത് അവൾ പറയും ഇതത്ര പോസിബിൾ ഒന്നുമല്ല, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മളുടെ വിഭൂഷൺ പറയുന്നത് തന്നെ ഇതിലൊരു 50-50 ചാൻസ് ഇല്ലേ, അപ്പോൾ പിന്നെ ഇത് ചെയ്താൽ എന്താ, നമുക്ക് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനിവിടെ നിർബന്ധം പിടിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിഭൂഷൺ നേരെ വന്നിട്ട് ജിയാൻ ചിങ്ങിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നതാ. അതായത് അവനൊരു ക്യൂർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 വർഷം പഴക്കമുള്ള ഒരാൾ മലയുടെ മുകളിൽ താമസിക്കുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ബലം കിട്ടുമെന്നൊക്കെ നമ്മുടെ വിഭൂഷൺ പറയും. ഇവൻ ഇവിടെ പറയുന്ന കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവൻ ജിയാൻ ചിങ്ങിൻ്റെ അടുത്ത് നിന്ന് എന്തോ ഒരു
കാര്യം മറയ്ക്കുന്നുണ്ട് എന്ന്. വേവൂഷനായിരുന്നാലും അവിടെ പറയും, നമ്മൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് 2 റൂൾസാണുള്ളത്. നീ അവരുടെ ഫേസ് കാണാനേ പാടില്ല, എപ്പോഴും നീ കണ്ണ് കെട്ടി വെച്ചിരിക്കണം. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാൻലിയിലെ അവളെ നേരെ ജിൻ ക്ലാനിലോട്ട് അയക്കുന്നതാണ്. എന്നിട്ട് നമ്മളുടെ വേവൂഷ്യാനും അതേപോലെ ജിയാൻ ചിങ്ങും കൂടി ചേർന്നിട്ട് 1000 വർഷം പഴക്കമുള്ള ആ ഒരു വൈദ്യനെ കാണാൻ വേണ്ടിയിട്ട് മലയുടെ മുകളിൽ കൂടി ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ജിൻ ക്ലാനിൽ കാണിക്കും, അവരെല്ലാവരും ഇപ്പൊ നല്ല ദേഷ്യത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ലോട്ടസ് ക്ലാനെ ഇപ്പൊ തകർത്ത് കളഞ്ഞില്ലേ, അതിന്റെ പേരില്. അങ്ങനെ ഇവരാണെങ്കിൽ ആ വെൻ ക്ലാനിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് അവർ ആ വെൻ ക്ലാനിനെ ഇങ്ങ് തോപ്പിച്ച് കളയും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജിയാൻ ചിങ്ങിനെയും വേവൂഷ്യാനെയാണ്. ഇവിടെ വേവൂഷ്യാനാണെങ്കിൽ ജിയാൻ ചിങ്ങിനെയും കൊണ്ട് ആ മലയുടെ ഒരു പകുതിയിൽ എത്തുന്നതും പറയും, ഇനി നീ കണ്ണ് കെട്ടേണ്ടതായിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ വേവൂഷ്യൻ ഇവന്റെ കണ്ണിലായിട്ട് കണ്ണ് കെട്ടിയിട്ട് പറയും, ഇനി നീ ഇവിടുന്ന് തനിച്ചാണ് പോവേണ്ടത്. പിന്നീട് കാണിക്കുന്നത് ഈ 1000 വർഷം പഴക്കമുള്ള ആ ഒരു ഡോക്ടറില്ലേ, അവരാണെങ്കിൽ നമ്മളുടെ ജിയാൻ ചിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവരുടെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള സീനാണ്. ഇവിടെ നമ്മളുടെ വേവൂഷ്യൻ നല്ല വീക്കായിട്ടിരിക്കുവാണ്. അവനവിടെ ജിയാൻ ചിങ്ങിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എന്നാൽ അവൻ അവിടുത്തെ ഒരു കടയിലായിട്ട് കയറുന്നതും ആക്സിഡന്റലി വന്ന് പെടുന്നത് നമ്മുടെ ആ വെൻ ക്ലാനിലെ വില്ലനില്ലേ, അവന്റെയും ടീമിന്റെയും മുമ്പിലായിരുന്നു. ഇവനെ കാണുന്നതും ഇവന്മാര് നമ്മളുടെ വേവൂഷ്യാനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. വേവൂഷ്യാൻ ഇപ്പം നല്ല വീക്കായതുകൊണ്ട് തന്നെ അവനെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവന്മാരായിരുന്നാലും വേവൂഷ്യനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. ഇവൻ്റെ അടുത്ത് മുട്ടുകുത്തി നിൽക്കാനൊക്കെ പറയും. അവൻ അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളുടെ വേവൂഷ്യാനെ പിടിച്ചുകൊണ്ട് പോകും. അതേസമയം തന്നെ നമ്മുടെ ജിയാൻ ചിങ്ങിനെ കാണിക്കും. അവൻ ഇപ്പോഴും ആ കാട്ടിൽ തന്നെ കിടക്കുമായിരുന്നു. കണ്ണ് തുറക്കുന്നതും അവൻ നല്ല സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവനവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ അവന് പവേഴ്സ് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ജിയാൻ ചിങ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവനങ്ങനെ സന്തോഷത്തിൽ വേവൂഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഗ്രാമത്തിലെത്തുന്നതും വേവൂഷ്യൻ്റെ ആ ഒരു ന്യൂസ് കേട്ട് ഇവൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ വേവൂഷ്യനെ കാണിക്കും. ആ വെൻ ക്ലാനിലുള്ള ആൾക്കാരാണെങ്കിൽ വേവൂഷ്യനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്തിട്ട് ഹീലിംഗ് എന്ന് പറയുന്ന ആൾക്കാരെ എല്ലാം കുഴിച്ചിടുന്ന ഒരു ശ്മശാനം പോലത്തെ സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് അവനെ തള്ളി എങ്ങിടും. ആ സ്ഥലത്തോട്ട് ആരും പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ളും ദുഷ്ടശക്തികളുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആത്മാക്കളും നെഗറ്റീവ് എനർജിയും ഈവിൾ സ്പിരിറ്റും എല്ലാം ഉള്ള ഒരു സ്ഥലം. ഇവിടെയായിട്ട് വന്ന് വീഴുന്ന ഒരു മനുഷ്യൻ പോലും തിരിച്ച് ജീവനോടെ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണ് ആ വെൻ ക്ലാനിലെ ആൾക്കാർ നമ്മുടെ വേവൂഷ്യനെ അവിടോട്ട് തള്ളിയിടുന്നത്. എന്നാൽ വേവൂഷ്യൻ ആ ഒരു ഭൂമിയിൽ വീഴുന്നതിന് മുന്നേ ആയിട്ട് അവനെ ഒരു കറുത്ത എനർജി വന്നിട്ട് അങ്ങ് പൊതിഞ്ഞു പിടിക്കും. അവൻ്റെ പോക്കറ്റിൽ നിന്ന് അത് വരുന്നത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ വേവൂഷ്യൻ ആ ഭൂമി വന്ന് വീഴുന്നതും അവിടെയായിട്ട് അവന് മുന്നേ ആ ജീവിയുടെ വായിക്കകത്ത് നീട്ടിയ വാളില്ലേ, അതേ വാൾ അവിടെ കാണും. വേവൂഷ്യൻ അതിൽ കയറി പിടിക്കുന്നതും ഒരുപാട് ആൾക്കാരെ കരച്ചിലും അതേപോലെ ബഹളവും ഒക്കെ കേൾക്കും. വേവൂഷ്യൻ ഒന്നും മനസ്സിലാവത്തില്ല. അവൻ്റെ ദേഹത്തായിട്ട് ഒരു കറുത്ത എനർജി കയറിക്കൂടുകയും ചെയ്യും. വേവൂഷ്യൻ്റെ മുഖം തന്നെ മാറും. അവനിപ്പോൾ വേറെ ഏതോ ഒരാളായതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. അവിടെ നമ്മളുടെ ലാൻ വാങ്ജിയും അതേപോലെ ജിയാൻ ചിങ്ങും കൂടി ചേർന്നിട്ട് വെൻ ക്ലാനിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ലൻഷാൻ തന്നെയാണ് എല്ലാവരെയും അടിച്ച് തോൽപ്പിച്ച് അവനിപ്പോൾ വലിയൊരു ഹീറോ ആയതുപോലെ തന്നെയാണ്. വെൻ ക്ലാനിലുള്ള ആൾക്കാരെല്ലാം പിടിച്ചു നിർത്തിയിട്ട് നമ്മളുടെ വേവൂഷ്യാനെ പറ്റി ചോദിക്കും. അതിനകത്ത് ഒരുത്തൻ നമ്മളുടെ വേവൂഷ്യാനെ മറ്റേ ആ ഇല്ലിംഗ് മൗണ്ടനിൽ കൊണ്ടിട്ട സമയത്തും ഉണ്ടായിരുന്നു. അവിടെ അവൻ പറയാൻ തുടങ്ങും, വേവൂഷ്യൻ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. ആ ഭൂമിയിൽ വീണ ഒരു മനുഷ്യൻ പോലും ഇതുവരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്ന നമ്മളുടെ ജിയാൻ ചിങ്ങും ലൻഷാനും ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവർക്കത് വിശ്വസിക്കാനേ പറ്റത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ വേവൂഷ്യൻ്റെ വാളാണെങ്കിൽ ലൻഷാൻ്റെ അടുത്ത് നോക്കും. ആ വാളെല്ലാം നമ്മളുടെ വെൻ ക്ലാനുകാർ മുന്നേ ക്ലാസ് എടുത്ത സമയത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ലൻഷാൻ ആയിരുന്നാലും നമ്മുടെ വേവൂഷ്യൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനിലായിരുന്നു. അവനിങ്ങനെ മനസ്സിൽ പറയും, എന്നാലും വേവൂഷ്യൻ നീ എവിടെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലൻഷാനും അതേപോലെ ജിയാൻ ചിങ്ങും കൂടെയൊക്കെ ചേർന്നിട്ട് എല്ലാവരെയും തോൽപ്പിക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മളുടെ ആ ജിൻ ക്ലാനിലുള്ളയും അതേപോലെ നെയ് ക്ലാനിലുള്ള ബ്ലേഡ് മാസ്റ്ററും എല്ലാവരോടൊക്കെ തീരുമാനിക്കും. അതായത് വെൻ ക്ലാനിലുള്ള ആ വില്ലൻ ചെറുക്കനില്ലേ, അവനെ കണ്ടുപിടിച്ച് കൊന്നു കളയണം. അവനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനെന്ന്. അങ്ങനെ നമ്മളുടെ ജിയാൻ ചിങ് ലൻഷാനും എല്ലാം അവനെ തിരക്കി ഇറങ്ങും. അതേസമയം തന്നെ ആ ചെറുക്കനെ കാണിക്കും. അവനവൻ്റെ ഗാർഡിൻ്റെ കൂടെ ഏതോ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുമായിരുന്നു. അവിടെയായിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. എന്നാൽ ഗേൾ ഫ്രണ്ടിനാണെങ്കിൽ പെട്ടെന്ന് എന്തോ പ്രേതത്തെ കണ്ട പോലെയൊക്കെ ഫീൽ ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ വേവൂഷ്യനെ കാണിക്കും. അവൻ അവിടെ ഓടക്കുഴൽ വെച്ചിട്ട് എന്തോ ഒരു പാട്ട് പാടുന്നുണ്ട്. എന്നാൽ അവൻ പാടുന്ന ആ ഒരു ട്യൂണിനനുസരിച്ച് ഒരുപാട് ദുഷ്ടശക്തികളും അവൻ്റെ പുറകെ ആയിട്ടുണ്ട്. ആ ഈവിൾ സ്പിരിറ്റ് എല്ലാം കൂടി ചേർന്നിട്ട് നമ്മളുടെ ആ വില്ലൻ ചെറുക്കൻ്റെ പെണ്ണില്ലേ, അവളെ അങ്ങ് കൊന്നുകളയും. അവളാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിച്ചും പോയിട്ടുണ്ടായിരുന്നു. ആ വെൻ ക്ലാനിലുള്ള ആ വില്ലൻ ചെറുക്കനില്ലേ, അവന് നല്ലതുപോലെ പേടിച്ചു പോവും. നമ്മളുടെ വേവൂഷ്യൻ ഇപ്പോൾ സൂപ്പർ പവർഫുൾ
പവർഫുള്ളായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാനും ജിയാൻ ചിങ്ങും എത്തും. അവരെത്തുന്നതും സമയം നല്ലതുപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും അവർ ഭയങ്കരമായിട്ട് ഷോക്കാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ പിന്നെയും ആ വെൻക്ലാനിലെ ആ വില്ലൻ ചെറുക്കനില്ലേ അവനെ തിരക്കി നടക്കുന്നതാ. അവൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമായിരുന്നു. അവനിപ്പോൾ വേറൊരു സ്ഥലത്തായിട്ടാണ് ഒളിച്ചിരിക്കുന്നത്. അവൻ്റെ കൂടെ അവൻ്റെ ആ ഒരു ഗാർഡും ഉണ്ട്. അയാൾ ഭയങ്കര സൂപ്പർ പവർ ഉള്ളതാണ്. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാനും ജിയാൻ ചിങ്ങും നേരത്തെ കൂട്ടിയെത്തും. അവരവിടെ വരുന്നത് തന്നെ ഈ കൊലയ്ക്കെല്ലാം പിന്നിലെ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയായിട്ട് കുറേ പേപ്പറിൽ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് നമ്മളുടെ ജിയാൻ ചിങ് ആണെങ്കിൽ ലൻഷാൻ്റെ അടുത്ത് പറയും, ഈ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം സ്പിരിറ്റുകളെ ഓട്ടിക്കാനുള്ള മന്ത്രമല്ല, പകരം സ്പിരിറ്റുകളെ ആവാഹിച്ച് അകത്തോട്ട് കയറ്റാനുള്ള മന്ത്രങ്ങളാണ് എന്ന്. എന്നാലും ഇത് ആരായിരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചത്? ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ നമ്മുടെ ലൻഷാനും ജിയാൻ ചിങ്ങും കൂടി ചേർന്നിട്ട് ആ വീടിൻ്റെ മുകളിലത്തെ ഓട് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. ഇത്രയും ക്രൂരത ആരാ കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മളുടെ വേവൂഷ്യാൻ തന്നെയാണ്. അവനാണെങ്കിൽ ഭയങ്കര ക്രൂരന്മാരെ പോലെയാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. അവൻ്റെ കയ്യിലായിട്ടൊരു ഓടക്കുഴലും ഉണ്ട്. അവൻ അവിടെ ബ്ലാക്ക് മാജിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ആ വില്ലൻ്റെ കൂടെയുള്ള ആ ഗാർഡില്ലേ അവനെ അങ്ങ് ജിയാൻ ചിങ് കൊന്നുകളയും. ജിയാൻ ചിങ്ങിന് ആ ഗാർഡിൻ്റെ അടുത്ത് ഭയങ്കര വലിയ ശത്രുതയുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛനെയും അമ്മയും കൊന്നതും ജിയാൻ ചിങ്ങിൻ്റെ ആ ഒരു സൂപ്പർ പവേഴ്സിനെ നശിപ്പിച്ചതുമെല്ലാം ഇവൻ തന്നെയായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ജിയാൻ ചിങ് അവൻ്റെ പ്രതികാരം വീട്ടുന്നതും അവിടെയായിട്ട് നമ്മളുടെ ലൻഷാൻ വന്നിട്ട് വേവൂഷ്യാനെ തടയും. വേവൂഷ്യാൻ നമ്മളുടെ ജിയാൻ ചിങ്ങിനെ കാണുന്നതും ഭയങ്കര സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിക്കും. ഇവിടെയായിട്ട് ജിയാൻ ചിങ് ആയിരുന്നാലും വേവൂഷ്യാൻ്റെ ആ വാളെടുത്തു കൊടുക്കും. അവൻ ആ വാള് കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ആകത്തില്ല. എന്നാലും നമ്മളുടെ ജിയാൻ ചിങ് ചോദിക്കും, നീ ഇത്രയും നാളും എവിടെ ആയിരുന്നു എന്ന്. വേവൂഷ്യാൻ പറയുന്നതേ അതൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് വിശദമായിട്ട് പറയാമെന്നാ. എന്നാൽ നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ വേവൂഷ്യാൻ്റെ അടുത്ത് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ ചോദിക്കുന്ന തന്നെ, നീ എന്തിനാണ് ഈ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുന്നത്? അതൊട്ട് ശരിയല്ല, നിന്നെ അത് കൺട്രോൾ ചെയ്യൂ എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ വേവൂഷ്യാൻ ആണെങ്കിൽ ലൻഷാന് വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല. അവനുമായിട്ട് അടിയിടാൻ തുടങ്ങും. വേവൂഷ്യാൻ പറയുന്ന തന്നെ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ എൻ്റെ കാര്യത്തിൽ തലയിടാൻ വരുന്നത് എന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ലൻഷാൻ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. വേവൂഷ്യാനും ജിയാൻ ചിങ്ങും കൂടി ചേർന്നിട്ട് ആ വില്ലൻ ചെറുക്കനില്ലേ അവനെ അങ്ങ് കൊന്നുകളയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവൂഷ്യാനും ജിയാൻ ചിങ്ങും കൂടി ചേർന്നിട്ട് അവരുടെ നാടായിട്ടുള്ള ലോട്ടസ് ക്ലാനിലോട്ട് വരുന്നതാണ്. അവിടെ വെച്ചിട്ട് അവൻ്റെ ചേച്ചീനെ കാണും. വേവൂഷ്യാൻ ഇപ്പം നല്ല സന്തോഷത്തിലായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇമോഷണലായിട്ട് നോക്കി നിൽക്കും. അവർ രണ്ടുപേരും നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.